കുറ്റിപ്പുറം വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അറിയിച്ചു. MLA നൽകിയ ശുപാർശയെ തുടർന്ന് റവന്യൂ വകുപ്പ് 2024-25 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വില്ലേജിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്നത്. ഇതോടെ മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടു. ഇരുമ്പിളിയം, മേൽമുറി, കോട്ടയ്ക്കൽ, പൊന്മള, കാട്ടുപരുത്തി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ഓഫീസ് കെട്ടിടമാക്കി തുറന്നു നൽകിയിട്ടുണ്ട്. എടയൂർ, നടുവട്ടം, മാറാക്കര വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. പദ്ധതി എത്രയും വേഗം ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA പറഞ്ഞു. പ്രിയമുള്ളവരെ, കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാകുകയാണ്. 8 വില്ലേജ് ഓഫീസുകൾ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറ്റിപ്പുറത്തെ ടൗണിലുള്ള വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആക്കുന്നതോടുകൂടി പൂർണ്ണമായും 9 വില്ലേജുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാകുകയാണ് ഈ മണ്ഡലത്തിൽ. ഇന്നലെയാണ് ഗവൺമെൻറ് ഉത്തരവിലൂടെ 45 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കുറ്റിപ്പുറം വില്ലേജ് ഓഫീസ് കൂടി ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവാദം നൽകിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ അവരുടെ അനുവാദത്തോടുകൂടി, അംഗീകാരത്തോടുകൂടി അതിന് പണം നൽകുമ്പോൾ ആ പ്രവർത്തനം വളരെ വേഗം എളുപ്പത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അറിയിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും കൂടി ഇതിലൂടെ അറിയിക്കുകയാണ്. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. Even